ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 21 4 മുതൽ 8 വരെ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവൻ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കാം. നമ്മളിന്ന് വായിച്ച വേദഭാഗം ഒരു സ്വർഗീയ പ്രത്യാശയുടെ ഉറപ്പ് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു ധൈര്യപ്പെടുത്തൽ. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല. കണ്ണുനീരൊപ്പുന്ന ദൈവം, അല്ലെങ്കിൽ മനുഷ്യരോട് കൂടെ വസിക്കുന്ന ദൈവം, നമ്മുടെ എല്ലാ കഷ്ടതകളെയും കാണുന്നവനാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ നമ്മൾ വിലാപത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ഇത്രയും പ്രയാസങ്ങളും കഷ്ടതകളും ദുരിതങ്ങളും നേരിട്ടിട്ടും ദൈവം ഇത് കാണുന്നില്ലേ? അങ്ങനെ ഒരു സംശയമുണ്ടാവാം. ദൈവം കാണുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് പോലെ കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ദൈവം. അവസാനത്തെ ശത്രുവിനെ കീഴടക്കും വരെ നമ്മൾ വിലപിക്കുകയും നിലവിളിക്കുകയും വേദന സഹിക്കുകയും ചെയ്യും എന്നും, ഹാബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളിയും ദരിദ്രരുടെ നിലവിളിയും ദൈവം സ്വർഗത്തിൽ കേൾക്കുന്നു എന്നും, നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ അവൻ സംഭരിച്ചു വയ്ക്കുന്നു എന്നും ഓർത്തിരിക്കേണ്ടതാണ്. ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. വിലപിക്കുകയും കരയുകയും ചെയ്യുന്നവരോട് നിലവിളി നിർത്താൻ ഭക്തിയുള്ളവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ മരണം ഇല്ലാതായാലേ കണ്ണുനീരും ഇല്ലാതാകുന്നുള്ളൂ. കണ്ണുനീരുള്ളവരായി തന്നെ ദൈവം നമ്മെ പ്രതീക്ഷിക്കുന്നു. ദൈവം തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. യഹോവയുടെ പർവ്വതത്തിൽ സകല ജനതകൾക്കും വേണ്ടി നടത്തുന്ന ദൈവത്തിൻ്റെ വിരുന്നിനെക്കുറിച്ചുള്ള യെശയ്യാവിൻ്റെ ദർശനത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. തിരശീല നശിപ്പിക്കപ്പെടുകയും മരണം എന്നേക്കും ഇല്ലാതാകുകയും ചെയ്യുമ്പോൾ യഹോവയായ കർത്താവ് എല്ലാ മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടച്ചു കളയുകയും ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:8 ഓർമ്മപ്പെടുത്തലാണ്. പുതിയ ഭൂമിയുടെയും പുതിയ ആകാശത്തിൻ്റെയും ഏകോപന കേന്ദ്രം സ്വർഗത്തിൽ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി യോഹന്നാൻ കാണുന്ന പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരമാണ്. ആദ്യ യെരുശലേം യോഹന്നാൻ്റെ കാലത്ത് മൃഗത്തിൻ്റെ സൈന്യത്താൽ നശിപ്പിക്കപ്പെട്ട നിലയിൽ
തകർന്ന് കിടക്കുകയാണ്. അതായത് AD 70 അങ്ങനെ നശിപ്പിക്കപ്പെട്ടു പോയി. ആരാധനയുടെയും തീർത്ഥയാത്രയുടെയും കേന്ദ്രമായിരുന്ന ആ വിശുദ്ധ നഗരം കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലമായി സോദോമുമായും ഈജിപ്തുമായും സാമ്യപ്പെടുത്താവുന്ന വിധമായി തീർന്നു. മശിഹ രാജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രമായി യെരുശലേമിന് അതിൻ്റെ സ്വന്തം ശക്തിയിൽ ഉയർന്നു വരാൻ കഴിയും എന്ന പ്രതീക്ഷ യോഹന്നാൻ തള്ളിക്കളഞ്ഞു. എന്നാൽ യെരുശലേമിനെ കേന്ദ്രീകരിച്ചുള്ള ഇസ്രായേലിൻ്റെ പ്രത്യാശ വിട്ടുകളയാനും യോഹന്നാൻ വിസമ്മതിച്ചു. പ്രവാചകന്മാരെ, വിശേഷിച്ച് യെശയ്യാവ്, യെഹെസ്കേൽ, സെഖര്യാവ് ഇവരെയൊക്കെ പിന്തുടർന്ന് ദൈവം തൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നതായി യോഹന്നാനും കാണുന്നു. സ്വർഗത്തിൽ നിന്ന് പുതുതായി യെരുശലേം ജീവനിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവചനം യെരുശലേമിനെ സോദോമായി കണ്ടിട്ടുണ്ട്. എങ്കിലും സകല ജനങ്ങളും സിയോനിലേക്ക് വരുന്നതായും കണ്ടു. അത് ന്യായവിധിയെക്കുറിച്ചും അന്തിമമായി യഹോവയുടെ പർവ്വതത്തിൽ സകല ജനതകൾക്കും വേണ്ടിയുള്ള പ്രാപഞ്ചിക രക്ഷയെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടാമത് യെശയ്യാവ് 40-ാം അധ്യായം മുതൽ ജനത്തിന് ആശ്വാസത്തിൻ്റെ സന്ദേശം നൽകുന്നു. ഇടിഞ്ഞ് തകർന്ന് നാശത്തിൽ കിടക്കുന്ന യെരുശലേമിൻ്റെ വീണ്ടെടുപ്പ് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. മൂന്നാമതും യെശയ്യാവ് ജനതകൾ വരുന്നതും യെരുശലേം സൗന്ദര്യത്തിൻ്റെ കിരീടമായി യഹോവയുടെ കയ്യിൽ ഇരിക്കുന്നതും കാണുന്നു. ഒപ്പം പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിയെ ദൈവം യെരുശലേമിനെ ഉല്ലാസമായും അതിലെ ജനങ്ങളെ സന്തോഷമായും സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെയുള്ള ഭാഗങ്ങൾ യെഹെസ്കേൽ പ്രവചനത്തിലും സെഖര്യാവിലുമൊക്കെ ഉണ്ട്. സിംഹാസനത്തിൽ ഇരുന്നവനിലാണ് തുടർച്ച നിൽക്കുന്നത്. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറയുന്നത് യോഹന്നാൻ ആദ്യം കേൾക്കുന്നു. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ആദ്യവും അന്ത്യവും തന്നെ. ഒന്നുമില്ലായ്മയിൽ നിന്നും ഭൂമിയെയും ആകാശത്തെയും ഉണ്മയിലേക്ക് വരുത്തിയവൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും തകർന്ന് കിടക്കുന്നതിനെ ജീവനിലേക്ക് വിമോചിപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തുന്നവനും, അവൻ്റെ സാന്നിധ്യത്തിൽ സകല ചരിത്രവും ആകമാന സൃഷ്ടിയും ജീവൻ കണ്ടെത്തേണ്ടതിന് വരാനിരിക്കുന്നവനും അവൻ തന്നെയാണ്. നഗരത്തിൻ്റെ പ്രതീകം ഏദൻ തോട്ടത്തിൻ്റെ തിരിച്ചുവരവിനെയല്ല, ഭാവിയെയാണ് കുറിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അതിൻ്റെ അർത്ഥം ന്യായവിധിയിലും മരണത്തിലും കൂടി കടന്നുപോകുന്ന മനുഷ്യ സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും യത്നങ്ങളും അനുഭവങ്ങളും ദൈവരാജ്യത്തിൽ ഉപയോഗപ്പെടുന്നുണ്ട് എന്നതാണ്. തൻ്റെ മണവാളനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയ കാന്തയെപ്പോലെ വിശുദ്ധ നഗരം ഇറങ്ങി വരുന്നതാണ് യോഹന്നാൻ കാണുന്നത്. മണവാട്ടിയെ ദൈവജനമായും മണവാളനെ കുഞ്ഞാടായും വ്യാഖ്യാനിക്കുന്നതാണ് ഒരു രീതി. 19:7 കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതും യോഹന്നാൻ 3:29 പറഞ്ഞിരിക്കുന്നതും ഈ വ്യാഖ്യാനത്തിന് പഴുത് നൽകുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ ഷെഖേന അല്ലെങ്കിൽ ദൈവമഹത്വമായി വ്യാഖ്യാനിക്കാൻ കാരണമുണ്ട്. അടുത്ത വാചകം ഷെഖേന പാരമ്പര്യവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. മനുഷ്യരോടൊത്തുള്ള ദൈവത്തിൻ്റെ നിവാസം, മിസ്കോട്ടെ. ആദ്യ സൃഷ്ടിയുടെ നിശ്ചിത സ്വഭാവത്തെ അതിജീവിക്കുന്ന ഇടമായി പുതിയ യെരുശലേമിൻ്റെ ആകമാന സ്വഭാവത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത്. അനിയന്ത്രിത സങ്കല്പങ്ങൾക്കുള്ളതല്ല ഈ മഹത്വകരമായ ദർശനമെന്ന് യോഹന്നാനോട് പറയുന്നുണ്ട്. ഇത് എഴുതുക, ഇത് വിശ്വാസ്യവും സത്യവുമാണ്, ആർക്കും ഇതിനെ മാറ്റാൻ കഴിയില്ല. നീതിക്കും സത്യത്തിനും വേണ്ടി ദാഹിക്കുന്നവരെ നിലനിർത്താനുള്ളതാണ് ഈ ദർശനം. അവർ നിരാശയും മരണവും നേരിടുമ്പോൾ
ജീവജലത്തിൻ്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കുടിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഉറപ്പ് അവർക്ക് നൽകുകയാണ്. നിസ്സംഗതയോടെ സഹിക്കാനോ വിട്ടുകളയാനോ അല്ല, പിടിച്ചടക്കാനും ജയിക്കാനും ഉള്ളതാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. സഭകൾക്കുള്ള കത്തുകളിലെ അനുപല്ലവി അതാണ്: വിജയിക്കുന്നവൻ ഇതിൻ്റെ എല്ലാം അവകാശത്തിൽ ഓഹരി പ്രാപിക്കും. അങ്ങനെ വാഗ്ദത്തം ചെയ്യപ്പെട്ട പുതിയ ഭൂമിയിൽ പങ്കുപറ്റും. നമുക്ക് ഇത് വലിയൊരു ക്ഷണമാണ്. കഷ്ടതയുടെ പങ്കാളിയായ കർത്താവ്, തൻ്റെ മക്കളുടെ കണ്ണുനീർ ഒപ്പുന്നവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവൻ. യോഹന്നാൻ തൻ്റെ അഡ്രസ്സ് പറയുന്നുണ്ട് 1 അധ്യായം 9 വാക്യത്തിൽ. കർത്താവിൻ്റെ കഷ്ടതയിൽ പങ്കാളി, ദൈവരാജ്യത്തിൽ പങ്കാളി. അങ്ങനെയെങ്കിൽ നമ്മുടെ കഷ്ടതയിലും ദൈവം പങ്കാളിയായി നമ്മോടൊപ്പം ഉണ്ടാവും. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഈ ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഇന്നത്തെ ജീവിതക്രമങ്ങളിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ പുതിയ ദിനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത സാന്നിധ്യവും കൃപയും പകർന്ന് അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങളിൽ വിടുവിച്ചുകൊള്ളണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഫലകരമായി ചെയ്യാൻ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ജോലി സംബന്ധമായ ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ പങ്കിടുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെ നാളുകൾ അവിടുന്ന് നൽകണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.